സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നാം വിശദീകരിച്ച് വന്നത് ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു സമൂഹത്തിനിടയിലും തൗഹീദ് എന്ന വിഷയം ചർച്ചയായിട്ടുണ്ട്. അതിന്റെ അനുകൂലികളും പ്രതിയോഗികളും ലോകത്തുണ്ടായിട്ടുണ്ട്. ഏതൊരു കാലഘട്ടത്തിലും പ്രവാചകന്മാർ ഈ സമൂഹ മധ്യത്തിൽ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ സംബന്ധിച്ച് ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ആ നിലയിൽ അള്ളാഹുവിന്റെ തൗഹീദ് പറയുമ്പോൾ അതിന് എതിർപ്പുകളും അതുപോലെ തന്നെ അതിനോടുള്ള വിയോജിപ്പുകളും കടന്നു വന്നിട്ടുമുണ്ട്. ഇമാം തബറാനി തന്റെ മുഅ്ജമിലും ഇമാം ബൈഹഖി തന്റെ സുനനുൽ കുബ്രയിലുമൊക്കെ ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ്. മഹാനായ റബീഅത്ത് ബിൻ അബ്ബാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദിൽ മജാസ്. ദുൽ മജാസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കയുടെ വ്യത്യസ്തങ്ങളായ ചന്തകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്. യത്ബഉൻ നാസ ഫീ മനാസിലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുള്ള കേന്ദ്രങ്ങളിൽ ചെന്നുകൊണ്ട് യദ്ഉഹും ഇലല്ലാഹി അസ്സ വജല്ല, ആ ജനതയെ അല്ലാഹുവിലേക്ക് വിളിക്കും, ജനങ്ങളോട് തൗഹീദ് പറയും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു പോകുമ്പോൾ വവറാഅഹു റജുലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ഒരാൾ വരും. ആ തൗഹീദ് പറഞ്ഞു പോയ റസൂലുള്ളാഹിയുടെ പിന്നാലെ വരുന്നയാൾ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയും, യാ അയ്യുഹന്നാസ് ലാ യഗുറന്നകും അൻ ദീനികും വദീനി ആബായികും. ഇപ്പോൾ വന്നു പ്രസംഗിച്ചു പോയ ഒരാളുണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പോയ ഒരാളുണ്ടല്ലോ, ആ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം തേടണമെന്ന് പറഞ്ഞു പോയ ഒരാളുണ്ടല്ലോ, ലാ യഗുറന്നകും അൻ ദീനികും വദീനി ആബായികും. അവൻ നിങ്ങളുടെ മതത്തെ തൊട്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ മതത്തെ തൊട്ട് നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. ലാ യഗുറന്നകും അൻ ദീനികും വദീനി ആബായികും. നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ മതം, നിങ്ങളുടെ പിതാക്കന്മാരുടെ മതം, ആ പിതാക്കന്മാരുടെ ആദർശം, അതിനെ തൊട്ട് ഇപ്പോൾ വന്ന് പ്രസംഗിച്ചു പോയ അവൻ വഞ്ചിതനാക്കാതിരിക്കട്ടെ. ഇത് കണ്ടപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഇയാള്? ആദ്യം വന്ന് പറഞ്ഞ് തൗഹീദ് പറഞ്ഞ ആളെ മനസ്സിലായി, ഇയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ മറുപടി കൊടുത്തു, പത്രേ അമ്മുഹു അബൂ ലഹബ്. അത് വേറെ ആരുമല്ല, ആദ്യം പ്രസംഗിച്ച ആടയാൾ ആപ്പ തന്നെയാണ്. ആടെ പേര് അബൂ ലഹബാണ്. ഇത് ലോകത്ത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങൾ ചിന്തിക്കണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വളരെ വിപുലമായ ഒരു മുഖാമുഖം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? തൗഹീദ്. ഏകനായ ഇലാഹ്, അവനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. സംശയമുണ്ടോ? ഒരു സംശയമില്ലേ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം മുൻനിർത്തിക്കൊണ്ടാണ് ആ മുഖാമുഖം സംഘടിപ്പിച്ചത്. അതിന്റെ പിന്നാലെ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആരാധന അള്ളാഹുവിനോട് മാത്രം. അത് കണ്ടിട്ടൊരാൾ ചോദിച്ചിത്ര, അപ്പൊ പിന്നെ തർക്കം തീർന്നല്ലോ, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. കാര്യം എന്താ? ഓരോ മുസ്ലിമും നിർബന്ധമായും അവന്റെ നമസ്കാര വേളയിൽ പറയുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. നിന്നോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിന് മാത്രം എന്ന് മൊത്തത്തിൽ സമ്മതിച്ചാൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പിന്നെ തർക്കം വേണോ? പിന്നെ ഖണ്ഡനം വേണോ? പിന്നെ വാദപ്രതിവാദം വേണോ? പിന്നെ ചർച്ച വേണോ? പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏകനായ അള്ളാഹു അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുകയും ആ അള്ളാഹുവല്ലാത്ത ശക്തികളോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വളരെ വ്യാപകമായി തന്നെ ഇവിടെ നിലനിൽക്കുകയാണ്. ഏകനായ റബ്ബ് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുകയും ആ റബ്ബിനോട് മാത്രമാണ് തേടേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളെ എതിർക്കുന്ന ഒരു പ്രവണത ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധന അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞ ആളുകൾ, ആ ആരാധന പടച്ച റബ്ബിന് മാത്രം നിർവഹിച്ചു പോയ അമ്പിയാക്കൾ, ആ പ്രവാചകന്മാരുടെ ജീവിത ശൈലിയെ പോലും ഒരു വേള ചോദ്യം ചെയ്തില്ലേ? കാരണം ലോകത്ത് തൗഹീദ് പറയാൻ വന്ന പ്രവാചകന്മാർ, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ, ആ തൗഹീദിന്റെ പ്രഥമ പ്രയോക്താക്കളും പ്രവാചകന്മാർ തന്നെയാണ്. പ്രസംഗിച്ചു പോയ ആളുകളല്ല പ്രവാചകന്മാർ. നേരെ മറിച്ച് ആ തൗഹീദ് പ്രസംഗിച്ചപ്പോൾ ആ തൗഹീദിന്റെ പ്രയോക്താക്കളും അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ അമ്പിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച തൗഹീദ് എന്താണ്, അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച ആദർശം എന്താണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അവരാരാകട്ടെ, ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സർവ്വപ്രവാചകന്മാരും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവരെ കരങ്ങൾ ഉയർത്തുന്നു. ആരിലേക്ക്? റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക്. ആ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയവരാണ് അമ്പിയാക്കൾ. ആദം നബി ആകട്ടെ, നൂഹ് അലൈഹിസ്സലാം ആകട്ടെ, സുലൈമാൻ നബി അലൈഹിസ്സലാം ആകട്ടെ, ഹൂദ് അലൈഹിസ്സലാം ആകട്ടെ, അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരെല്ലാം റബ്ബിനോട് മാത്രം തേടുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനകൾ എടുത്തുദ്ധരിക്കുകയാണ്. ആദം നബിയെ സംബന്ധിച്ച് പറയുമ്പോ, അതുപോലെ ഹവ്വ ബീവിയെ സംബന്ധിച്ച് പറയുമ്പോ, ആ രണ്ട് നമ്മുടെ പിതാവിന്റെയും മാതാവിന്റെയും പ്രാർത്ഥനകൾ അല്ലാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താണല്ലോ പറഞ്ഞത്? ആ ആദമും ഹവ്വയും അല്ലാഹുവിനോട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തേടിയവരാണ്. അവര് പറഞ്ഞത് റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. അല്ലാഹ്, ആ ആദം നബി റബ്ബിനോടല്ലാതെ അതിനു മുമ്പ് ആദം നബിക്ക് വിളിച്ചു തേടാൻ ഒരു മഹാത്മാവും ഉണ്ടായിട്ടില്ല, ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ റബ്ബിനോട് തേടുകയാണ്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് മരിച്ചുപോയ ഒരു മഹാത്മാവും ഇല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നാലെ മരിച്ചുപോയ ഒരു മനുഷ്യനായ പ്രവാചകനുമില്ല, ഒരു മനുഷ്യന്റെ ജാറവുമില്ല, ഒരു വലിയന്റെ ജാറവുമില്ല, ഒരു അംബിയാഇന്റെ ജാറവുമില്ല. ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമാണ്. ആ ആദം നബി തേടുകയാണ് റബ്ബിനോട്, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ തേട്ടമല്ലാതെ വേറെ ഒരു തേട്ടം ആദം നബിയുടേതായി അല്ലാഹുവിന്റെ കലാമിൽ കാണൂല. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നൂഹ് അലൈഹിസ്സലാം ലോകത്ത് കടന്നു വന്നു. 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തി. 950 കൊല്ലക്കാലം മടുപ്പില്ലാതെ തൗഹീദ് പറഞ്ഞു, മടുപ്പില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എന്നിട്ട് അവസാനം മഹാനായ നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് നടത്തുന്ന ദുആയുണ്ട്. ഒരുപാട് ദുആകൾ നൂഹ് നബിയുടേതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളുടെ മുഴുവനും പൊതു സ്വഭാവം എന്തായിരുന്നു? റബ്ബി, എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്, എന്റെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. എന്താ റബ്ബിനോട് പറയുന്നത്? റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ ഫഫ്തഹ് ബൈനി വബൈനഹും ഫതഹാ വനജ്ജിനി വമൻ മഅയ മിനൽ മുഅ്മിനീൻ.
നൂഹ് അലൈഹിസ്സലാമിന്റെ ദുആയാണ്. എന്താ നൂഹ് നബി പറയുന്നത്? റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി കദ്ദബൂൻ, ഞാൻ 950 കൊല്ലക്കാലം എന്റെ നാട്ടിലെ ജനതയിലേക്ക് ഇറങ്ങിയിട്ട് അവരോട് തൗഹീദ് പറഞ്ഞിട്ട് അവരത് സ്വീകരിക്കുന്നില്ല. അല്ലാഹ്, എന്റെ ഭാര്യ അടക്കം എനിക്കെതിരാണ്, എന്റെ മകനടക്കം എനിക്കെതിരാണ്, അവരെന്നെ കളവാക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ, 950 കൊല്ലക്കാലത്തെ ഈ അനുഭവം വെച്ചുകൊണ്ട് നിന്നോട് ഞാൻ പറയുകയാണ്, ചോദിക്കുകയാണ്, ഫഫ്തഹ് ബൈനീ വബൈനഹു ഫത്ഹാ, എനിക്കും അതുപോലെ തന്നെ എന്നെ എതിർക്കുന്ന ഈ ജനവിഭാഗത്തിനുമിടയിൽ നീ ഒരു തീരുമാനമെടുക്കണേ അല്ലാഹ്. വനജ്ജിനീ വമൻ മഅയ മിനൽ മുഅ്മിനീൻ, എന്നെയും എന്നോടൊപ്പമുള്ള വിശ്വാസികളെയും രക്ഷിക്കണേ അല്ലാഹ് എന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തെന്ന് ഖുർആൻ. ആ നൂഹ് നബിക്ക് മുമ്പേ ആദം നബിയുണ്ട്. പക്ഷേ നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പറയുന്നിടത്ത് എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആദം നബിയാകുന്ന വല്ലുപ്പയെ വിളിച്ചുകൊണ്ട് മഹാനായ നൂഹ് അലൈഹിസ്സലാം നടത്തിയ ഒരു തേട്ടം അല്ലാഹുവിന്റെ കലാം പറയുന്നേയില്ല. നേരെ മറിച്ച് റബ്ബിനോട് മാത്രം ദുആ ചെയ്ത നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പറയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു വരികയാണ്. എത്രയോ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുണ്ട്. തന്റെ നാടിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, തനിക്ക് സന്താനമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സന്താനം ആവശ്യമായി വന്നപ്പോൾ റബ്ബിനോട് അദ്ദേഹം ദുആ ചെയ്ത ദുആ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ എന്നാണ്, സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ എന്നാണ് തന്റെ നാടിന് വേണ്ടി ദുആ ചെയ്തപ്പോ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, അല്ലാഹുവേ ഈ മക്ക പട്ടണത്തെ നിർഭയത്വമുള്ള ഒരു നാടാക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് തന്റെ നാടിന് വേണ്ടി ദുആ ചെയ്യുന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. മാത്രമല്ല, വിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്തിവാരങ്ങൾ പടുത്തുയർക്കുമ്പോ അതിന്റെ ഓരോ കല്ലുകളും ബാപ്പയും മകനും എടുത്തു വെക്കുമ്പോ രണ്ടുപേരും റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പറഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് മുമ്പേ നൂഹ് നബിയുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വേളയിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാമിനെ വിളിച്ച് ഇബ്രാഹിം നബി ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിന്റെ കലാമിൽ കാണൂല. ഇബ്രാഹിം നബിക്ക് മുന്നേ ആദം നബി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി തന്റെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ആദം നബി വിളിച്ച് ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഇനി നിങ്ങൾ നോക്കൂ, അവിടെ നിങ്ങോട്ട് ഇസ്മായിൽ നബിയുടെ ദുആ നേരത്തെ പറഞ്ഞ ദുആയുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇനി അവിടെ നിങ്ങോട്ട് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹു പറയുന്നുണ്ട്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബിയുടെ മകനായ യാക്കൂബ് നബിയുടെ ദുആയായി അല്ലാഹു പറഞ്ഞത്, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ എനിക്ക് ചില പരാതികളുണ്ട് എന്റെ മക്കളെ സംബന്ധിച്ച്. ആ വാചകം ഞാൻ വിശദമായി വിശദീകരിക്കുന്നില്ല, ആ പരാമർശത്തിന്റെ പൊരുൾ വിശദമായി ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. തന്റെ മക്കളെ കുറിച്ച് ചില പരാതികൾ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. അതുപോലെ തന്നെ തന്റെ മകൻ വേർപെട്ടുപോയ വേദനയും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ എന്റെ പരാതികളും എന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വേദനകളും ഞാൻ സമർപ്പിക്കുന്നത് നിന്നോട് മാത്രമാണ് അല്ലാഹ്, ഞാൻ ശികായത്ത് പറയുന്നത് നിന്നോട് മാത്രമാണ് അല്ലാഹ് എന്ന് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 3 കൊല്ലമല്ല 40 കൊല്ലക്കാലം നിരന്തരമായി കരഞ്ഞ് 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 രണ്ട് കണ്ണും വെളുത്തു പോകുമാറായിട്ടും മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുവെന്ന് ഖുർആൻ. ആ യാക്കൂബ് നബി റബ്ബിനോട് ദുആ ചെയ്തു എന്ന് അല്ലാഹ് പറയുമ്പോ ജീവിതത്തിൽ ഒരു വേളയെങ്കിലും ആ യാക്കൂബ് അലൈഹിസ്സലാം തന്റെ നേർക്ക് നേരെയുള്ള വാപ്പയായ ഇസ്ഹാഖ് നബി വിളിച്ച് ദുആ ചെയ്തത്, അല്ലെങ്കിൽ ഇസ്ഹാഖ് നബിയോട് ഇസ്തിഗാസ ചെയ്തത്, അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയുടെ വാപ്പയായ ഇബ്രാഹിം നബിയാകുന്ന യാക്കൂബ് നബിയുടെ വല്ലുപ്പയോട് നേർക്ക് നേരെ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിന്റെ ഖുർആനിൽ കാണൂല, അല്ലാഹ് പഠിപ്പിക്കുന്നില്ല, അല്ലാഹുവിന്റെ കലാം പറയുന്നില്ല.
ഇവിടുന്ന് അങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, ആ യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് നബിയുടെ ദുആ എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അങ്ങ് ഈജിപ്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ ഈജിപ്തിലെ കൊട്ടാരത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം, ലോകം കണ്ട സുന്ദരന്മാരിൽ ഏറ്റവും സുന്ദരനായ സുന്ദരധാമമായ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ യൂസുഫ് നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, അല്ലാഹുവേ എന്നെ നീ മന്ത്രിയാക്കി അല്ലാഹ്, എനിക്ക് അധികാരം തന്നു അല്ലാഹ്. മാത്രമല്ല വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, ലോകത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കരഗതമാക്കാൻ കഴിയുന്ന ആ സ്വപ്ന വ്യാഖ്യാനം എനിക്ക് നീ പഠിപ്പിച്ചു തന്നു അല്ലാഹ്. അതുകൊണ്ട് ഞാൻ തൃപ്തനാകുന്നില്ല, നേരെ മറിച്ച് ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ, അന്ത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും എന്റെ വലിയ നീയാണ്, എന്റെ രക്ഷകൻ നീയാണ്, എന്റെ രക്ഷാധികാരി നീയാണ് അല്ലാഹ്. അതുകൊണ്ട് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. നാളെ മുസ്ലിങ്ങളോടൊപ്പം സ്വാലിഹികളോടൊപ്പം നാളെ അല്ലാഹുവേ നിന്റെ മുന്നിൽ ഹാജരാക്കണേ എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തെന്നു ഖുർആൻ. ഇവിടെ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ആ യൂസുഫ് നബിക്ക് ശേഷം അതുപോലെ തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ നിരവധി ആളുകൾ, മൂസാ അലൈഹിസ്സലാം ഉണ്ട്, ഈസാ നബിയുണ്ട്, ദാവൂദ് നബിയുണ്ട്, അതുപോലെ തന്നെ സുലൈമാൻ അലൈഹിസ്സലാം ഉണ്ട്. ഈ പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എന്നിട്ട് അവരുടെ മുഴുവനും ദുആ രേഖപ്പെടുത്തുമ്പോ അത് മുഴുവനും അല്ലാഹുവിനോട് മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ്, ലോകത്തിന്റെ സൃഷ്ടാവിനോട് മാത്രമാണ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനോട് മാത്രമാണ്. അല്ലാതെ വേറെ ഒരു നബിയോട് നബി ദുആ ചെയ്യുന്നത് കാണൂല. ഇത് വളരെ ലളിതമായ ഒരു സന്ദേശമാണ്. വലിയ തിസീസ് എടുക്കേണ്ട ഒരു വിഷയമല്ല, ഇത് വളരെ ചെറിയൊരു സംഗതിയാണ്. എല്ലാവർക്കും അറിയാവുന്ന, ഖുർആൻ ഒരു തവണയെങ്കിലും മനസ്സിലാക്കിയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാഥ ചെയ്യാമെന്ന് വാദിച്ചു വന്ന ആളുകള്, ആ ഇസ്തിഗാഥ ചെയ്യാമെന്ന് വാദിച്ചു വന്ന ആളുകളോട് ചോദിച്ചു, അല്ല നമുക്ക് മാതൃകയാരാണ്? അമ്പിയാക്കളല്ലേ, പ്രവാചകന്മാരല്ലേ? കാരണം അല്ലാഹു ഹിദായത്തിലാക്കിയത് അവരെയല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയത് ആ പ്രവാചകന്മാരെയല്ലേ, ആ പ്രവാചകന്മാരുടെ വഴിയല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ലോകത്തെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു റസൂല്, ഏതെങ്കിലും ഒരു പ്രവാചകൻ, തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു റസൂലിനോട് ഇസ്തിഗാഥ ചെയ്തിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി എന്താ? മറുപടി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് മറുപടി പറഞ്ഞാൽ കൂട്ടരെ അതോടെ പൊളിഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷെ അത് പറഞ്ഞ പൊളിഞ്ഞില്ലേ? കാര്യം സാധാരണക്കാർ ചിന്തിക്കൂലേ? കാരണം എത്ര അങ്ങേറ്റം താല്പര്യത്തോടെയാണ് ഞങ്ങൾ അല്ലാത്ത വിളിക്കുന്നത്, എത്ര താല്പര്യത്തോടെയാണ് എന്ന് പറയുന്നത്. മാത്രമല്ല മമ്പുറന്തങ്ങളെ വിളിക്കുന്നത്, മുനമ്പത്തെ ബീവിയെ വിളിക്കുന്നത്, ഓച്ചറുപ്പാപ്പയെ വിളിക്കുന്നത്. അപ്പൊ ഇതിനൊന്നും അമ്പിയാക്കളുടെ മാതൃകയില്ലേ എന്ന് സാധാരണക്കാർ ചിന്തിച്ചു പോകുമെന്നത് കൊണ്ട് തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതൊരു റെഡിമെയ്ഡ് മറുപടി. അതെന്താ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഖുർആൻ പറയുന്നുണ്ട്, ഒരുപാട് കഥ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ കുറെ പ്രവാചകന്മാര് പറയാത്തുണ്ട്. എല്ലാ നബിമാരെ കുറിച്ചും പറയൂല, പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിവരിച്ചു തന്ന റസൂലുമാരും വിവരിക്കാത്ത റസൂലുമാരും ഉണ്ട്. 1,00,000 ചുല്ലാനും പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ആ 1,00,000 ചുല്ലാനും പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു നബി അല്ലാത്തവർ തേടിയിട്ടുണ്ടെങ്കിലോ? സുബ്ഹാന ജല്ല ജലാലു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു നബി. കാര്യം 1,00,000 ജില്ലാനും പ്രവാചകന്മാരുണ്ടാകുമ്പോ തന്നെ 1,00,000 ജില്ലാനും പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഈ 1,00,000 ജില്ലാനും പ്രാർത്ഥനകൾ ഖുർആനിലുണ്ടോ? ഇല്ല. ഈ 1,00,000 ജില്ലാനും പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാത്ത ഒരാളോട് ഉണ്ടായിട്ടുണ്ടെങ്കിലോ? മാന്യമായ ഒരു സംശയമാണ് അത്, മാന്യമായ ഒരു സംശയമാണ്. കാര്യം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഏതായിരുന്നാലും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. എന്നാ പിടിച്ചോ മറുപടി. അല്ലാഹു ഖുർആനിൽ
ലോകത്ത് കഴിഞ്ഞുപോയ 1 ലക്ഷത്തി ചില്ലാനം പ്രവാചകന്മാരെ പറഞ്ഞു വിട്ട പടച്ചിറപ്പ് ആ റസൂലായി തന്റെ ദൂതന്മാരായി ലോകത്ത് 1 ലക്ഷത്തി ചില്ലാനം പ്രവാചകന്മാരെ പറഞ്ഞു വിട്ട പടച്ചിറപ്പ് സൂറത്തുൽ അംബിയായിൽ. അംബിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പ്രവാചകന്മാർ എന്നാണ്. ആ സൂറത്തുൽ അംബിയായിലെ 90-ാം ആയത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. പ്രവാചകന്മാരെ മുഴുവനും ചൂണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി. ആ അമ്പിയാക്കൾ, ആ പ്രവാചകന്മാർ നന്മയിൽ മുന്നേറുന്നവരായിരുന്നു, ഏറ്റവും നല്ല കാര്യങ്ങളിൽ മുന്നേറുന്നവരായിരുന്നു. വയദഊനനാ, നമ്മോട് മാത്രം തേടുന്നവരായിരുന്നു, നമ്മോട് മാത്രം ദുആ ചെയ്യുന്നവരായിരുന്നു. അങ്ങേറ്റം പ്രതീക്ഷയോടെയും ഭക്തിയോടെയും നമ്മോട് മാത്രം തേടുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, നമ്മോട് അങ്ങേറ്റം ഭക്തിയുള്ള ഖുശൂഉള്ള ആളുകളായിരുന്നു. ഖുർആൻ പറയാണ് ലോകത്ത് കഴിഞ്ഞുപോയ സർവപ്രവാചകന്മാരും ആ സർവപ്രവാചകന്മാരും ഈ നിലപാട് സ്വീകരിച്ചവരാണ്. ഏത്? അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന നിലപാട്. ആ നിലപാട് തന്നെ സ്വീകരിക്കാനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ പറഞ്ഞ അതേ തൗഹീദും അതേ മാർഗവും സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ആ റസൂലിനോടും അല്ലാഹു പറഞ്ഞു, ഖുൽ നബിയെ താങ്കൾ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, വലാ യുശ്രിക് ബിഹി അഹദാ, ആ റബ്ബിനോട് യാതൊന്നിനെയും ഞാൻ ചേർക്കുകയില്ല എന്ന് പറയൂ. അപ്പൊ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതുപോലെ പറയൂ നബി അങ്ങ്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. അല്ലാഹ് അല്ലാത്തൊരു ശക്തിയോട് ദുആ ചെയ്യൂല. ഇത് പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും, ചില ആളുകൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ കേൾക്കോ, അവർ വിചാരിക്കും അല്ല പോലും ആരെവിടെ അല്ലാഹ് ഇല്ലാത്തോട് ദുആ ചെയ്യണേ, നമ്മൾ അള്ളാഹിനോട് തന്നെയല്ലേ ദുആ ചെയ്യണം. അല്ല കൂട്ടരെ, ഇവിടെ വന്ന് പ്രസംഗിച്ച അള്ളാഹിനോട് മാത്രം ആരാധന, അള്ളക്ക് മാത്രം ആരാധന എന്ന് മുഖാമുഖം വെച്ചുകൊണ്ട് പറഞ്ഞ ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ എഴുതി പഠിപ്പിക്കുന്ന ബദർമാലയിൽ എന്താ പറഞ്ഞത്? എന്നും കൊടുമാമീകന്ദീനത്തിൽ അവരെ വിളിച്ച് ദുആനേയിരുന്നെങ്കിൽ അപ്പോഴേ തന്നെ ചീഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തേരുമെന്നോ. എന്താ പറഞ്ഞത്? ഒരാൾക്ക് കഠിനമായ രോഗമുണ്ടായാൽ ബദർ ശുഹദാക്കളെ വിളിച്ച് ദുആയിരുന്നാൽ, ബദരീങ്ങൾ വിളിച്ച് ദുആയിരുന്നാൽ ഉടൻ തന്നെ മറുപടി എന്നാണ്. ഇത് അമ്പിയാക്കളുടെ മാർഗമേ അല്ല, ഇത് ബദരീങ്ങളുടെ മാർഗമല്ല, ഇത് സ്വാലിഹീങ്ങളുടെ മാർഗമല്ല, ഇത് പൂർവ്വസൂരികളുടെ മാർഗമല്ല. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊന്നും അല്ലാഹുവിനോട് ദുആ ചെയ്തവരല്ല. എന്തുകൊണ്ടത് ശിർക്കാണ്. ഏത്? അല്ലാഹുവിനോട് ദുആ ചെയ്യലേ, പ്രാർത്ഥിക്കൽ, അത് ശിർക്കാണ്, സംശയമില്ല. കാരണം എന്താ? പ്രാർത്ഥന ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്. അത് തർക്കിക്കണോ? ഇനി എന്നിട്ട് പ്ര എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥന എന്താ? പ്ര പ്ലസ് അർത്ഥന, പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് പിരിച്ചെഴുതി മറിച്ചെഴുതി അങ്ങനെ ഒന്നും വിഷമിക്കണ്ട. മലയാളത്തിൽ കിട്ടും നിങ്ങൾക്കൊരു പുസ്തകം, അൽ മവാഹിബുൽ ജലിയ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പ്രസംഗിച്ച ആള് ഒരു പദ്യം കേൾപ്പിച്ചിരുന്നു ഖബറിനെ പറ്റി. എല്ലാവർക്കും അറിയാം, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അങ്ങനെ കവിതകളൊക്കെ എഴുതിയ അതേ തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പ്രാർത്ഥന എന്നൊരു അധ്യായം കൊടുക്കുന്നു. ഖബർ മാത്രമല്ല, പ്രാർത്ഥന എന്നൊരു അധ്യായം. ആ പ്രാർത്ഥന എന്ന അധ്യായത്തിൽ എന്താ പറഞ്ഞത്? പ്രാർത്ഥന ഇബാദത്ത് ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്താണ് ഹബീബേ എന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇത് വളരെ കൃത്യമായി ലോക സമൂഹം അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നവൻ, അവൻ പറയുന്നത് ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ട ഒരു ശക്തിയും ഇല്ല എന്നാണെങ്കിൽ അതേ അവൻ സമ്മതിക്കേണ്ടി വരുന്നു. പ്രാർത്ഥിക്കേണ്ടത് പടച്ചറപ്പിനോട് മാത്രമാണ്.
അങ്ങനെ പറയുന്നിടത്തിന് അമ്പിയാക്കളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ 1,00,000 ചൊല്ലാനും ദ്വായുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ദ്വാ അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയോട് നടത്തിയിട്ടുണ്ടോ? സംശയിക്കുമോ? സംശയിക്കൂല. കാരണം വിശുദ്ധ ഖുർആനിലേക്ക് സൂറത്തുൽ അൻആം ഓത്. സാധാരണ നിങ്ങൾക്ക് കൂടോത്രം ബാധിച്ചു, സീറ് ബാധിച്ചു, വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോ അന്നാമോദാരല്ലേ സാധാരണ മൂലമാര് പറയല് വീട്ടിൽ പോയിട്ട് അല്ലെ? ആ ഓതുന്ന സൂറത്തുൽ അൻആമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞു, ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞു. ആയത്തുകൾ ഇങ്ങനെ കേട്ടോ: അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ വതിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹീമ അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാഉ ഇന്ന റബ്ബക ഹകീമുൻ അലീം വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂന വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ്യാ വയഹ്യാ വഈസാ വഇൽയാസ കുല്ലും മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂതൻ വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ വമിൻ ആബാഇഹിം വദുർരിയ്യാതിഹിം വഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാഉ മിൻ ഇബാദി വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ അൻആമിൽ ലോകത്ത് കഴിഞ്ഞുപോയ പ്രമുഖരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളെ ചൂണ്ടിക്കൊണ്ട് പടച്ച റബ്ബ് സംസാരിക്കുകയാണ്. ആരെല്ലാം ഉണ്ട് കൂട്ടത്തിൽ? ഇബ്രാഹിം നബിയുണ്ട്, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുണ്ട്, യാക്കൂബ് നബിയുണ്ട്, നൂഹ് നബിയുണ്ട്, ദാവൂദ് നബിയുണ്ട്, സുലൈമാൻ നബിയുണ്ട്, അയ്യൂബ് നബിയുണ്ട്, യൂസുഫ് നബിയുണ്ട്, മൂസാ നബിയുണ്ട്, ഹാറൂൻ നബിയുണ്ട്, സക്കരിയ നബിയുണ്ട്, യഹ്യാ നബിയുണ്ട്, ഈസാ നബിയുണ്ട്, ഇലിയാസ് നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, യൂനുസ് നബിയുണ്ട്, ലൂത്ത് നബിയുണ്ട്. അങ്ങനെ ലോകത്തെ കഴിഞ്ഞു പോയ പ്രഗത്ഭരായ പ്രവാചകന്മാരുടെ പേരുകൾ പടച്ച റബ്ബ് എണ്ണി 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 പറഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ റബ്ബ് പറയുന്നു: അല്ലാഹുവിന്റെ ഹിദായത്ത്, ആ ഹിദായത്തിന്റെ വഴിയിലൂടെ കടന്നുപോയവരാണ് ഇവരെല്ലാവരും. അഥവാ ഈ പറയപ്പെട്ട പ്രവാചകന്മാരെല്ലാവരും അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവരത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നു: വലൗ അശ്റകൂ, ഈ പറയപ്പെട്ട ആളുകളാണ് ആര്? ഈ പറയപ്പെട്ട ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ്, ഇസ്ഹാഖ് നബിയാണ്, യാക്കൂബ് നബിയാണ്, സുലൈമാൻ നബിയാണ്, അയ്യൂബ് നബിയാണ്, യൂസുഫ് നബിയാണ്, മൂസാ നബിയാണ്, ഹാറൂൻ നബിയാണ്. അവിടെ നിങ്ങോട്ട് പറയപ്പെട്ട പ്രവാചകന്മാരാണ്. ശിർക്ക് ചെയ്യുന്നതെങ്കിൽ വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും ഞാൻ പൊളിച്ചു കളയുക തന്നെ ചെയ്യും. അമ്പിയാക്കളോട് അല്ലാഹ് പറഞ്ഞത്, നബിയോടാ അല്ലാഹ് പറയുന്നത്, ഇബ്രാഹിം നബിയോടാ പറഞ്ഞത്, ഇസ്ഹാഖ് നബിയോടാ പറഞ്ഞത്, യൂസുഫ് നബിയോടാ പറഞ്ഞത്, ദാവൂദ് നബിയോടാ പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞത്. എന്താ പറഞ്ഞത്? വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത. ആരോടാ ഈ പറയുന്നത്? മുഹമ്മദ് നബി വിളിച്ചിട്ടുള്ള പറയാണ്: ഓ മുഹമ്മദ് നബിയേ, താങ്കൾക്ക് ഞാനിതാ വഹി തരുകയാണ്. ഇത് താങ്കൾക്ക് ആദ്യമായി തരുന്ന വഹിയല്ല, നേരെ മറിച്ച് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും ഇതേ വഹി നാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് വഹി? ലഇൻ അശ്റക്ത, അന്തിമ റസൂലായ അശ്റഫുൽ ഖൽഖായ നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പൊളിച്ചു കളയും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തും നബിയെ. ബലില്ലാഹി ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, അതുകൊണ്ട് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് നന്ദിയോടെ ജീവിച്ചു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് കൊടുക്കുകയാണ്. മനസ്സിലാക്കണം, ഇത്രയും ശക്തമായി താക്കി നൽകപ്പെട്ട പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അല്ലല്ലാത്ത പടപ്പുകളോട് തേടിയിരുന്നോ എന്ന് സംശയിക്കുന്നത് തന്നെ മനുഷ്യ സഹോദരങ്ങളെ വലിയ അപകടമല്ലേ? ഏതെങ്കിലും ഒരു നബി തന്റെ മുമ്പുള്ള പ്രവാചകന്മാരോട് തേടി എന്ന് സംശയിക്കുന്നത് പോലും, പ്രവാചകന്മാരുടെ കാര്യത്തിൽ സംശയിക്കുന്നത് പോലും മനുഷ്യ സഹോദരങ്ങളെ ശരിയാണോ? കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ചിന്തിക്ക്, മുഹമ്മദ് നബി വരുമ്പോ ഇബ്രാഹിം നബിയോട് തേടുന്നുണ്ട്. ആര്? മക്കക്കാര്.
ഇസ്മായിൽ നബിയോട് തേടുന്നുണ്ട്. ആര്? മക്കക്കാര്. വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിച്ച ഏറ്റവും വലിയ വിഗ്രഹം ഇബ്രാഹിം നബിയുടെ വിഗ്രഹം. ഏറ്റവും വലിയ വിഗ്രഹം ഇബ്രാഹിം നബിയുടെ വിഗ്രഹം. അത് കഴിഞ്ഞാൽ പിന്നെ ഇസ്മായിൽ നബിയുടെ വിഗ്രഹം, പിന്നെ ലാത്തി ഉസ്സൈ മനാത്ത് ഹുബുല ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കണം. അവിടെ തന്നെ മദീനയിൽ നബി എത്തുമ്പോ നെസാറാക്കളുണ്ട്. നെസാറാക്കൾ ആരോട് തേടുന്നത്? ഈസാ നബിയോട്. അതുപോലെ തന്നെ മറിയം ബീവിയോട്. നിങ്ങൾ ചിന്തിക്കുക, മക്കയുടെ മണ്ണിൽ നബി വന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ കഅബാലയത്തിന് വിഗ്രഹമൊക്കെ എടുത്ത് കളഞ്ഞത് അത് ശരിയല്ല, നിങ്ങൾ അവിടെ പോയി പൂജിക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾ എന്തെടുത്തോ? വിളിച്ചോ. ആരെ? ഇബ്രാഹിം നബി വിളിച്ചോ. നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വിളിച്ചു തേടിക്കോ. പക്ഷെ നിങ്ങൾ ആ വിഗ്രഹം കൊണ്ട് എടുത്ത് കളഞ്ഞേക്കും. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ ദഅവ. ഇതാണ് റസൂലുള്ളാഹിന്റെ പ്രബോധനം ആയിരുന്നു. എങ്ങനെ നബിക്ക് എന്തെളുപ്പ? പ്രവാചകൻ എന്തെളുപ്പ? നബി പറയും ഇബ്രാഹിം നബിയുടെ തേടല്ല കൂട്ടരെ. അപ്പൊ ആളുകൾ പറയാം ഇവൻ ഇബ്രാഹിമിനെതിരാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിക്ക് എതിരാണെന്ന് അവർ പറഞ്ഞത്. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് അവര് പറയാണ് ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം നബി എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. നസ്രാക്കളും പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം. യഹൂദികളും പറഞ്ഞു. അതുപോലെ തന്നെ നസ്രാക്കളും പറഞ്ഞു. ഖുർആൻ പറഞ്ഞു മകാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. നിങ്ങൾ പറയുന്ന പോലല്ല, ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്റാനിയല്ല. അദ്ദേഹം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം പരിപൂർണമായും നിഷ്കളങ്കമായി അള്ളാഹുവിനെ സമർപ്പിച്ച ആളാ. വമാ കാന മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി ശിർക്കിന്റെ ആളല്ല, ശിർക്കിന്റെ ആളല്ല. ആര്? ഇബ്രാഹിം നബി. ശിർക്ക് ചെയ്യുന്നവൻ ഇബ്രാഹിം നബിയെ പിൻപറ്റുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്, ഒരിക്കലും അത് ശരിയല്ല. അപ്പൊ പറഞ്ഞു, ആളുകൾ പറഞ്ഞു ഇല്ല ഇവന് ഇബ്രാഹിമിന് സ്നേഹമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എന്തുണ്ടേലും ഇബ്രാഹിമിനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. ചങ്ങായി അള്ളാഹിനോട് മാത്രം ചോദിക്കണേ, ഇബ്രാഹിമിനോട് ചോദിക്കരുതെന്നാ പറയണത്. നിങ്ങൾ ആലോചിച്ച് ഇബ്രാഹിമിനോട് സ്നേഹമില്ലാഞ്ഞിട്ടാ, ആദരവില്ലാഞ്ഞിട്ടാ, ബഹുമാനമില്ലാഞ്ഞിട്ടാ അല്ല. ഇബ്രാഹിം നബി ലോകത്ത് പഠിപ്പിച്ചൊരു ആദർശമുണ്ട്, അതിലേക്കാ മുഹമ്മദ് നബി ആളുകൾ നിൽക്കുന്നത്. അതുപോലെ ഈസാ നബി വിളിച്ച ആളുകൾ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഈസാ അള്ളാഹിന്റെ പുത്രനാണെന്ന് പറയണ്ട. ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു അതെ ആ മൂന്നും കൂടെ കൂടിയ തൃത്വമാണ് എന്ന് നിങ്ങൾ പറയണ്ട. പിന്നെ ഈസാ നബി ഇസ്തിഗാസ ചെയ്തോ, മറിയം അലൈഹിസ്സലാം ഇസ്തിഗാസ ചെയ്തോ, നിങ്ങൾ തേടിക്കോ, നിങ്ങളുടെ ആവശ്യങ്ങളോ ആവലാതെയോ പറഞ്ഞോ, ദൈവപുത്രനാണെന്ന് പറയാതിരുന്നാ മതി. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ ദഅവ. ഇതാണ് മുഹമ്മദ് നബിയുടെ ദഅവ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈസാ നബിയെയും മറിയം ബീവിയെയും വിളിച്ചു തേടുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊന്നും ദൈവാന്ന് വിശ്വസിക്കാതെ തേടിക്കോ എന്നാണോ പറഞ്ഞത്? ആണോ? അങ്ങനെയാണെങ്കിൽ നബി അതിന് മാതൃക കാണിക്കണ്ടേ? ലോകത്തുള്ള സർവ്വകാര്യത്തിനും മാതൃക കാണിച്ച ആളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യത്തിനും മാതൃക കാണിച്ച ആളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെരുപ്പിടേണ്ട വിഷയത്തിൽ വരെ ചെരുപ്പിടുമ്പോ ഒരാളുടെ നബി പറഞ്ഞില്ല ഒറ്റക്കാലി ചെരുപ്പിട്ട് നടക്കരുത്. നിങ്ങൾ ആലോചിച്ച് വെറുതെ വരവില്ല ആവശ്യം, ഒരാൾ ഒറ്റക്കാലിട്ട് നടന്നോട്ടെ എന്ന് ചിന്തിച്ചാൽ പറ്റുമോ? ഇല്ല. നബി പറയണ ഒറ്റക്കാലി ചെരുപ്പിട്ട് നടക്കരുത്, ഒറ്റ ചെരുപ്പിട്ട് നടക്കരുത്. ആ വിഷയത്തിൽ വരെ നിർദ്ദേശമുണ്ട്. പൊട്ടിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കരുത്. ആര് പറയാ? മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കരുത്. കുടിച്ചോട്ടെ, ഗ്ലാസ് ഇല്ലാതിട്ടാവും എന്നാണോ? അല്ല, നേരെ മറിച്ച് പൊട്ടിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കരുതെന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കേണ്ടത് എങ്ങനെ? ഒരാൾ കുളിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിൽ കുളിച്ചോട്ടെ, അങ്ങനെ അല്ല. നേരെ മറിച്ച് കുളിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു പോയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നിസ്കരിച്ചവും മറന്നുപോയി, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. എന്തിനെ? പഠിപ്പിക്കാനാ, അള്ള മറപ്പിച്ചതാ. അങ്ങനെ ഒരു സംഗതി മറ്റുള്ള ആളുകൾക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോ അവരുടെ ജീവിതത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം റസൂലുള്ളാഹി മാതൃകയാക്കിയതാ. 2 റക്അത്ത് സലാം വീട്ടിട്ട് എഴുന്നേറ്റ് പോയി നബി. എഴുന്നേറ്റ് പോയിട്ട് വാതിൽക്ക നിൽക്കാണ്. ആളുകൾ അത്ഭുതപ്പെടും, എന്ത് ഇന്ന് 2 ഇങ്ങനല്ലല്ലോ, 4 ആണല്ലോ. നേരെ വന്ന് ആളുകൾ നബിയോട് ചോദിക്കാൻ പേടിയായി. ചില ആളുകൾ നബിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. മൂപ്പരിങ്ങനെ അധികം സംസാരിക്കുന്നതാണ്. അയാൾ നബിയോട് ചോദിച്ചു, അല്ല നബിയെ മറന്നതാണോ അല്ല ചുരുക്കിയതാണോ, എന്താ സംഭവിച്ചത്? നബി അല്ല എന്താ ചുരുക്കിയിട്ടൊന്നുമില്ല. എന്തേ? ഞാൻ നബിയെ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. നബി നേരെ മടങ്ങി വരികയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അങ്ങനെ മറന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എഴുന്നേറ്റ് പോയിട്ട് വാതിക്കപ്പോ